ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോർ ബീറ്റ്. ഇന്ത്യൻ ഇലക്ട്രിക് SUV വിപണിയിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് പേരുകളാണ് ടാറ്റ CR-iVയും മഹീന്ദ്ര XEV9യും. രണ്ടും പ്രീമിയം ഇലക്ട്രിക് SUV സെഗ്മെൻറ്റിലാണ് എത്തുന്നത്. പക്ഷേ ഇവ രണ്ടും നൽകുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലും ക്യാരക്ടറിലും നല്ല വ്യത്യാസമുണ്ട്. ആദ്യം ടാറ്റ CR-iV നോക്കാം. സിയാറ എന്ന പേര് ടാറ്റയ്ക്ക് പുതിയതല്ല. 90കളിൽ തന്നെ ടാറ്റ സിയാറ ഇന്ത്യയിൽ എത്തിയിരുന്നു. അന്ന് ഇതിൻ്റെ ഡിസൈൻ കൊണ്ടും SUV ലുക്ക് കൊണ്ടും ശ്രദ്ധ നേടിയതാണ് ഈ ടാറ്റ സിയാറ. ഇപ്പോൾ അതേ പേര് ഇലക്ട്രിക് രൂപത്തിൽ തിരിച്ചെത്തുകയാണ്. നമ്മളിവിടെ നോക്കുന്നത് 75 കിലോവാട്ട് ബാറ്ററിയുള്ള CR-iVയുടെ ടോപ്പ് വെർഷനാണ്. ഇതിന് 306 PS പവറാണുള്ളത്. 0 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിലെത്താൻ വെറും 5.8 സെക്കൻഡ് മാത്രം മതിയാകും. അതായത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് സിയാറ വളരെ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷനാണ്. ഇതിൻ്റെ ക്ലെയിം റേഞ്ച് ഏകദേശം 624 കിലോമീറ്റർ ആണ് വരുന്നത്. വില നോക്കുകയാണെങ്കിൽ ഏകദേശം 26 ലക്ഷം രൂപയാണ് ഈ വെർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി മഹീന്ദ്ര XEV9. മഹീന്ദ്രയുടെ പുതിയ ജനറേഷൻ ഇലക്ട്രിക് SUVകളിൽ പ്രധാനപ്പെട്ട മോഡലാണ് XEV9. ഇവിടെ 79 കിലോവാട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിയാറയേക്കാൾ ബാറ്ററി കുറച്ച് വലുതാണ്. ക്ലെയിം റേഞ്ച് ആണെങ്കിൽ 656 കിലോമീറ്റേഴ്സാണ് നൽകുന്നത്. അതായത് റേഞ്ചിൽ XUV9 ഏകദേശം 32 കിലോമീറ്റർ മുന്നിലാണ്. പക്ഷേ പെർഫോമൻസ് നോക്കുമ്പോൾ സിയാറയാണ് മുന്നിൽ. XEV9ക്ക് 286 PS പവറാണുള്ളത്. 0 മുതൽ 100 കിലോമീറ്റർ വരെ എത്താൻ 6.8 സെക്കൻഡ് വേണം. അതായത് സിയാറയുടെ 5.8 സെക്കൻഡിനേക്കാൾ ഏകദേശം 10 സെക്കൻഡ് കൂടുതലാണ്. അപ്പോൾ തന്നെ പെർഫോമൻസ് വിന്നർ ആരാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇനി പ്രൈസ്. XEV9യുടെ ഈ ടോപ്പ് വെർഷൻ ഏകദേശം 30.50 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അതായത് സിയാറയേക്കാൾ ഏകദേശം 4.5 ലക്ഷം രൂപ കൂടുതലാണ്. പക്ഷേ ആ എക്സ്ട്രാ മണി നമ്മൾ കൊടുക്കുമ്പോൾ XEV9യിൽ കൂടുതൽ ബാറ്ററിയും കൂടുതൽ റേഞ്ചും കിട്ടും. സ്പേസിലും മഹീന്ദ്രയ്ക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. XEV9യുടെ വീൽ ബേസ് 2775 mm ആണ്. സിയാറയുടേത് 2730 mm. ബൂട്ട് സ്പേസ് നോക്കിയാലും XEV9 മുന്നിലാണ്. XEV9യിൽ 663 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ളപ്പോൾ സിയാറയിൽ 622 ലിറ്റർ മാത്രമാണുള്ളത്. അതായത് ഫാമിലി ഉപയോഗത്തിൽ ലഗേജ് കൂടുതൽ കൊണ്ടുപോകേണ്ടവർക്ക് XEV9 നല്ലൊരു ഓപ്ഷനാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. XEV9ക്ക് 207 mm, സിയാറയ്ക്ക് 205 mm. അത് ഓൾമോസ്റ്റ് ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രണ്ടും സെയിം ലെവലിലാണ് വരുന്നത്. ചാർജിങ് സ്പീഡ് നോക്കിയാലും XEV9ക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. 20 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 20 മിനിറ്റ് എന്നതാണ് മഹീന്ദ്ര പറയുന്നത്. സിയാറയ്ക്ക് ഇതേ ചാർജ് റേഞ്ചിൽ ഏകദേശം 26 മിനിറ്റ് എടുക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ് വാങ്ങാൻ നല്ലത്? നിങ്ങൾക്ക് പെർഫോമൻസ്, പവർ, ഫാസ്റ്റ് ആക്സലറേഷൻ കൂടാതെ വിലക്കുറവ് ഇതാണ് പ്രധാനമെങ്കിൽ ടാറ്റ സിയാറ വളരെ സ്ട്രോങ് ചോയ്സാണ്. അതല്ല, കൂടുതൽ റേഞ്ച്, കൂടുതൽ സ്പേസ്, വലിയ ബാറ്ററി, ഫാസ്റ്റർ ചാർജിങ്, കൂടുതൽ ടെക്നോളജി എന്നിവയാണ് വേണ്ടതെങ്കിൽ XEV9 കൂടുതൽ അട്രാക്റ്റീവ്. അതായത് രണ്ടും നല്ല ക്വാളിറ്റിയുള്ള SUVകളാണ്. സോ സിയാറ കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് പാക്കേജ് പോലെയാണ് തോന്നുന്നത്. XEV9 കൂടുതൽ റേഞ്ചിനും കംഫർട്ടിനും ടെക്നോളജിക്കും ഇമ്പോർട്ടൻസ് നൽകുന്ന പാക്കേജാണ്.